ഉണ്ടാകണം. ഇവിടെ സാധാരണക്കാരന്റെ മക്കൾക്കോ ഈ കൂലിപ്പണിക്ക് പോകുന്നവന്റെ മക്കൾക്കോ 5000-ഉം 10,000-ഉം കൊടുക്കാതെ സ്കൂളിൽ പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനുവേണ്ടി സമരം ചെയ്തവരായിരുന്നു നമ്മൾ. അതിനുവേണ്ടി ജയിലിൽ കിടന്നവരാ നമ്മൾ. ഓണപരീക്ഷയായിട്ടും പാഠപുസ്തകം എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഓണം നേരത്തെ വന്നതിന് ഞാനെന്ത് കാട്ടാനാ എന്ന് അന്ന് ആര് ചോദിച്ചത്? അബ്ദുൾ റബ്ബ് ചോദിച്ചത്. മറന്നുപോയോ നമ്മൾ? ഇതായിരുന്നു കേരളം. അന്ന് DAയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആനുകൂല്യത്തിനോ വേണ്ടിയല്ല, അവരുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ള ഭീതിയിൽ സമരം നടത്തിയിരുന്നു കേരളത്തിലെ ജീവനക്കാർ. ദിവസങ്ങളോളം സമരം നടത്തിയിരുന്നു. അന്ന് ആ ജീവനക്കാരെ കണ്ടുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകമുണ്ട്: സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ സ്കൂളിൽ പഠിച്ച്, സർക്കാരിന്റെ ശമ്പളവും വാങ്ങി, സർക്കാരിന്റെ പെൻഷനും വാങ്ങി ഇനി ഈ നാട്ടിൽ ജീവിക്കാമെന്നോ ആരും കരുതേണ്ടതില്ല എന്നോ. ഇതായിരുന്നു UDFന്റെ നയം. ഇതാണ് വലതുപക്ഷത്തിന്റെ നയം. സകല മേഖലകളിൽ നിന്നും, സേവന മേഖലകളിൽ നിന്ന് എല്ലാം അങ്ങ് പിന്മാറുക. നവലിബറൽ നയങ്ങൾ. ഇതാ നമ്മൾ ഈ നാടിനോട് പറഞ്ഞത്. ആ നയം കോൺഗ്രസ് തുടങ്ങി വെച്ച നയം, ഇന്ന് BJP തുടർന്നു പോകുന്ന നയം. എന്നാൽ ഇടതുപക്ഷം കേരളത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഈ കേരളത്തിലെ സ്കൂളുകൾ മികച്ചതാക്കി ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർത്തി. കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് സ്കൂളുകൾ മികച്ചതാക്കാൻ, ക്ലാസ് റൂമുകൾ മികച്ചതാക്കാൻ, എല്ലാ ഭൗതിക സാഹചര്യങ്ങളും മികച്ചതാക്കാൻ, അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഈ നാട്ടിൽ പണം ചെലവഴിച്ചു ഗവൺമെന്റ്. സ്വകാര്യ സ്കൂളുകളിൽ പോയി ചേർന്ന കുട്ടികൾ തിരിച്ചു വന്നു. നടക്കാവ് സ്കൂൾ പോലെയുള്ള സ്കൂളുകൾ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർന്നു. അതിന്റെ അവാർഡാണ് രാജ്യത്ത് തന്നെ മാതൃകയായ നടക്കാവ് സ്കൂളിന് കഴിഞ്ഞ ദിവസം കിട്ടിയത്. ഇത് നടക്കാവ് സ്കൂളിന്റെ മാത്രം മാതൃകയല്ല, നിങ്ങളുടെ നാട്ടിലെ സ്കൂളുകളെല്ലാം മികച്ചതായി. ആ ഉറപ്പില്ലാത്ത കാലും ഓട്ടയുള്ള ബ്ലാക്ക് ബോർഡും എല്ലാം പോയി സ്കൂളുകളിൽ നിന്നും. ദൂരെ കാണിച്ചു തരുന്ന ആ ടെസ്റ്റ് ട്യൂബായിരുന്നു ഉണ്ടായിരുന്നത്. ലാബ് ഉണ്ടായിരുന്നില്ല സ്കൂളുകളിൽ. ഇന്ന് ലാബുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. കോവിഡ് വന്ന് വീടുകളിൽ ഇരിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളെ അഡ്രസ് ചെയ്ത ഒരു സംസ്ഥാനം കേരളമാണ്. അത് കേരളമാണ്. അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ഇപ്പൊ പലരും പറയും, എന്ത് നേട്ടമാണ് ഗവൺമെന്റ് ഉണ്ടായിട്ട്? ആർക്കാ നേട്ടം? നേട്ടം ഇവിടുത്തെ കർഷക തൊഴിലാളിക്ക. മാസം ഒരു കുട്ടിയുണ്ടെങ്കിൽ ചുരുങ്ങിയത് 5000 രൂപ സ്വകാര്യ സ്കൂളിൽ കൊടുക്കേണ്ടി വരുമായിരുന്നു മികച്ച വിദ്യാഭ്യാസത്തിന്. ആ സാഹചര്യം ഇന്നില്ല. അവനിവിടെ ഗവൺമെന്റ് സ്കൂളിൽ മികച്ച പഠനാന്തരീക്ഷം ഒരുക്കി. ഈ ഗവൺമെന്റ് നമ്മുടെ ആശുപത്രികൾ മികച്ചതാക്കി, നമ്മുടെ റോഡുകൾ മികച്ചതാക്കി. മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തുടങ്ങാൻ, ബിസിനസ് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഇന്ത്യയിലെ 1ാം റാങ്ക് ഏത് സംസ്ഥാനത്തിനാണ്? കേരളത്തിനാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കേരളത്തിലാണ് വ്യവസായങ്ങൾ തുടങ്ങാൻ സൗകര്യമുള്ളത് എന്ന് രാജ്യം സാക്ഷ്യപ്പെടുത്തുന്നു. ആ നിലയിലേക്ക് ഈ കേരളം മാറുന്നു. ഇത് വാർത്തയല്ല. ഇവിടെ വാർത്തയുണ്ടായിരുന്നു, നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റുകാർ ചെങ്കൊടി പിടിച്ച് വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു, തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇവിടെയുള്ള സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കാൻ പറ്റാതെ അടച്ചുപൂട്ടുന്നു. അങ്ങനെ ഇവിടെ വ്യവസായങ്ങളുടെ ശവപ്പറമ്പാകുന്നു. ഇതായിരുന്നു മനോരമയുടെ വാർത്ത. എന്നാൽ 28ാം റാങ്കിൽ നിന്ന് 1ാം റാങ്കിലേക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാറിയ ആ റാങ്കിംഗ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് കേരളം വന്നിട്ട് അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. മറ്റൊരു വാർത്തയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു. ഇതാ കുട്ടികൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതുപോലെ ദേശാഭിമാനി പോലെയുള്ള പത്രങ്ങൾ വാർത്ത കൊടുത്തു. മറ്റു പത്രങ്ങളിൽ വളരെ ചെറിയ വാർത്ത. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ നോക്കിക്കൊണ്ട്, ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ലോകത്തെ 58 രാജ്യങ്ങളിൽ നിന്ന് 5000-ഓളം കുട്ടികൾ
ഇങ്ങോട്ട് വരുന്നു എന്നുള്ള വാർത്തയാ. ഇത് എന്നെ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ പോലും ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല. കാരണം ഇതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ അറിയരുത് എന്ന് തന്നെയാണോ ഈ മാധ്യമങ്ങളും വലതുപക്ഷവും ആഗ്രഹിക്കുന്നത്? അതിന് തന്നെയാണോ ഈ രാജ്യത്ത് വലിയ രീതിയിൽ പണം ചെലവഴിച്ച് എല്ലാ മാധ്യമങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കി ഇവര് മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ഈ കേരളത്തിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത്, ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. 4% മാത്രമാണ് ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് കുട്ടികൾ പോകുന്നത്. ആന്ധ്രയുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗുജറാത്തുണ്ട്, ഇവരൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. എന്നാലും പറയുന്നത് കേരളത്തിലെ നല്ല മിടുക്കരായ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോകുന്നില്ല. കേരളത്തിലേക്കാണോ റിവേഴ്സ് മൈഗ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അത് നല്ല ബ്രെയിനുള്ള, നല്ല വിദ്യാഭ്യാസം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇങ്ങനെ മികച്ച രീതിയിൽ ഭരണം നിർവഹിച്ചു പോകുന്ന ഒരു ഗവൺമെന്റ് ഈ കേരളത്തിലുണ്ട്. ആ ഗവൺമെന്റിനെ നോക്കിക്കാണാൻ ഇവിടെ ഈ മാധ്യമങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ചെറുപ്പക്കാർ, യുവജനങ്ങൾ തൊഴിലിനു വേണ്ടി സമരം ചെയ്യുന്നവരാണ്. രാജ്യത്ത് UGC വിട്ട ഒരു കണക്കുണ്ട്. ആ കണക്കിൽ ഏറ്റവും കൂടുതൽ പേർക്ക് പരീക്ഷ എഴുതി മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി തൊഴിൽ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. 50% നിയമനം കൊടുക്കുന്ന PSC മുഖാന്തരം നിയമനം കൊടുക്കുന്ന സംസ്ഥാനം ഈ കൊച്ചു കേരളമാണോ? ഇത് ഈ കേരളത്തിൽ ചർച്ചയല്ല. റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് ആ പൂർണ്ണമായും എല്ലാ റാങ്കുകാർക്കും തൊഴിൽ കിട്ടാത്ത പരാതി അവർക്കുണ്ടാകാം. പക്ഷേ ഒരു തസ്തിക പോലും കേരളത്തിലെ ഗവൺമെന്റ് ഒഴിച്ചിടുന്നില്ല. ഞാൻ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഈ റാങ്ക് ലിസ്റ്റുകാരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യാറുണ്ട്, പോയി പരിശോധിക്കാറുണ്ട്. തസ്തികകൾ ഒഴിച്ചിടുന്ന ഒരു നിലപാടും ഈ ഗവൺമെന്റ് സ്വീകരിക്കാറില്ല. ഇവിടെ പലരും ഓരോ സമയത്തും പെൻഷൻ പ്രായം കൂട്ടും എന്ന് പറയും. DYFIയുടെ നിലപാട് എന്താ എന്ന് കണ്ണും പൂട്ടി ഞങ്ങൾ പറയാറുണ്ട്, കൂട്ടില്ല എന്ന്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ച്. ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ ഒരു യുവാവിനോ യുവതിക്കോ ആർക്കോ പുതുതായി എങ്ങനെ തൊഴിൽ കൊടുക്കാമെന്ന് ചിന്തിക്കുക എന്നല്ലാതെ ഉള്ള ജോലി ഇല്ലാതെയാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കില്ല എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? രാജ്യത്ത് ഔദ്യോഗികമായി തന്നെ പറയുന്നു 10.5 ലക്ഷത്തോളം തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന്. ഇന്നലെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് DYFI മാർച്ച് നടത്തിയിട്ടുണ്ട്. അതൊരു പ്രത്യേക സാഹചര്യം പെട്ടെന്ന് വന്നപ്പോ പെട്ടെന്ന് ഞങ്ങളൊരു മാർച്ച് പ്രഖ്യാപിച്ചു, ഈ നാടിന്റെ റെയിൽവേ അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ. അത് വേണാട് എക്സ്പ്രസിൽ മനുഷ്യർ കുഴഞ്ഞു വീണത് കൊണ്ടാണ്. യാത്ര ചെയ്യാൻ സൗകര്യമില്ല നമ്മുടെ നാട്ടിലൂടെയുള്ള ട്രെയിനുകളിൽ. ആവശ്യത്തിന് ബോഗിയില്ല, ആവശ്യത്തിന് ട്രെയിനില്ല. ഞാൻ തന്നെ ഇവിടെ ഇരിക്കുമ്പോ തിരിച്ച് വടകരയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ വല്ല ട്രെയിനും ഉണ്ടോ നോക്കി നിൽക്കുക. നമ്മുടെ ഒക്കെ അവസ്ഥ ഇതാ. മാസങ്ങൾക്കപ്പുറമുള്ള ടിക്കറ്റ് ഇന്ന് നോക്കിയാൽ പോലും കിട്ടില്ല. ഈ റെയിൽവേയിൽ കടുത്ത ചൂഷണമാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ആനുകൂല്യമുണ്ടായിരുന്നു, ഇളവുണ്ടായിരുന്നു, അതും നിർത്തി. കോവിഡിന്റെ പേര് പറഞ്ഞ് നിർത്തി. ഏറ്റവും കൂടുതൽ വരുമാനം ഈ കേരളത്തിൽ നിന്നാ റെയിൽവേക്ക് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഈ കേരളത്തിന് ശരിയായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള നമ്മുടെ അവകാശത്തെ പോലും ഹനിക്കുന്ന സമീപന സ്വീകരിക്കുന്നത്. അതിന്റെ കാരണം തേടി പോകുമ്പോൾ നമുക്കറിയാം, ഈ റെയിൽവേയിൽ 3.5 ലക്ഷത്തിലധികം തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് ഇവര് തന്നെ പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എങ്ങാനും ഒരു 11,000ന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലുള്ള റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആരോടെങ്കിലും ചോദിക്കൂ, വലിയ നിയമന നിരോധനമാണോ? റിട്ടയർ ചെയ്തവരെ വീണ്ടും നിയമിക്കുന്നു. തസ്തികകൾ അങ്ങ് റിട്ടയർ ചെയ്ത് പോവുകയോ മറ്റോ ചെയ്ത് ഒഴിവാകുന്ന തസ്തികകളിലേക്ക് പിന്നെ ആളെ സ്ഥിരം നിയമനത്തിലേക്ക് വിളിക്കുന്നില്ല, പരീക്ഷ നടത്തി ആളെ എടുക്കുന്നില്ല. ഇത് റെയിൽവേയുടെ അവസ്ഥ. SBI ഇങ്ങനെയാണോ? LICയിലേക്ക് അങ്ങനെ തന്നെ ആകുന്നു. BSNLിൽ 1.5 ലക്ഷത്തോളം തസ്തികകൾ തന്നെ ഇല്ലാതെയാക്കിയിരിക്കുന്നു. വി ശിവദാസൻ MP-യും റഹീമും ഒക്കെ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കുന്നവരാ.
അതിലൊക്കെ ഈ ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. ഇതാ രാജ്യത്തിന്റെ സാഹചര്യം. എന്നാൽ കേരളത്തിലോ നിയമന നിരോധനമില്ല. നിയമന നിരോധനത്തിനെതിരെ സമരം ചെയ്യേണ്ട ഗതികേട് ഇന്ന് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കില്ല. പക്ഷെ സമരമുണ്ടോ? സ്വാഭാവികമാണ്. കാരണം പുതിയ തസ്തികകൾ സൃഷ്ടിക്കണം എന്ന് ആഗ്രഹിച്ച് അവർ സമരം ചെയ്യും. ലിസ്റ്റിൽപ്പെട്ട എല്ലാവർക്കും തൊഴിൽ കിട്ടണമെന്ന ആഗ്രഹത്തിൽ സമരം ചെയ്യും. അതിന് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കില്ല എന്ന് എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയാം. അത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിന് അർഹമായും കിട്ടേണ്ട പണം തടഞ്ഞു വെക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആ നിലപാട് കൊണ്ടാണ്. ഇപ്പൊ ഇന്നലെയും നമ്മുടെ ഗ്രാന്റ് വെട്ടിക്കുറച്ചതിനെ കുറിച്ച് വാർത്ത നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. ഉത്തർപ്രദേശിനും ബീഹാറിനും ഒക്കെ കൊടുക്കുന്നതിൽ നിന്ന് എത്രയോ കുറവാണോ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കിട്ടേണ്ട ഗ്രാന്റ് വെട്ടിക്കുറക്കുക. ഇത് അവിടെ മാത്രമല്ല, സകല മേഖലയിലും. ഇവിടെ രാമകൃഷ്ണൻ അതൊക്കെ സൂചിപ്പിച്ചു. അങ്ങനെ സാമ്പത്തികമായി കേരളത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു കേന്ദ്ര ഗവൺമെന്റ്. ആ സാഹചര്യത്തിൽ പോലും തനത് വരുമാനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി കേരളം വലിയ രീതിയിൽ മുന്നോട്ടേക്ക് കയറി വരുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഈ ജനങ്ങൾ അറിയരുത്. ഇപ്പോ നോക്കൂ നിങ്ങൾ, വയനാട് ആ വലിയ ദുരന്തമുണ്ടായ സമയത്ത് സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തകരായി നിന്നവരാണ് നമ്മളാകെ. വലിയ പ്രയാസം അത് കണ്ടവർക്കും അവിടെ നിന്നവർക്കും അതിലിടപെട്ടവർക്കും ഒക്കെയുണ്ട്. ഞങ്ങളാണെങ്കിൽ ഡിവൈഎഫ്ഐയെ കുറിച്ചാണെങ്കിൽ ഈ നാട് നന്നായി മനസ്സിലാക്കി കാണും. വയനാട്ടിൽ നിന്ന് ഒലിച്ചു വരുന്ന മൃതശരീരങ്ങൾ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെല്ലാം ഇപ്പൊ ചർച്ച ചെയ്യുന്ന നിലമ്പൂരിലെ പോത്തുകല്ലും അതിന്റെ പരിസരത്തും പോയി കിലോമീറ്ററുകൾ ഉള്ളിലോട്ട് നടന്നുപോയി വാരിയെടുത്ത് തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഡിവൈഎഫ്ഐയുടെ നീലക്കുപ്പായക്കാർ, യൂത്ത് ബ്രിഗേഡ്. ഒരു പടം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ദേശാഭിമാനിയിൽ വന്നത്. മറ്റാരും അത് ശ്രദ്ധിച്ചു കാണില്ല. ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഷബീർ. റിപ്പോർട്ടർ ചാനലിൽ ദിവസങ്ങൾക്ക് ശേഷം ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ദുരന്തമുണ്ടായപ്പോ ആദ്യം ഓടി വന്നതിൽ ഒരു ഫ്രാൻസിസ് എന്ന് പറയുന്ന പേരുകാരനുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയുടെ ആളാണ് എന്ന് പറഞ്ഞു. പറയുന്ന ചേച്ചി നമ്മളുടെ സംഘടനാ പ്രവർത്തകയല്ല. വിചാരിതമായി റിപ്പോർട്ടറിന് കൊടുത്ത മറുപടിയാണ് ഞാനിതിവിടെ സൂചിപ്പിച്ചത്. എല്ലാം മറന്ന് ദിവസങ്ങളോളം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരാ നമ്മളെല്ലാം. ഗവൺമെന്റ് ആണെങ്കിൽ എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിച്ചത്. ഒരാൾക്കും ഒരു പരാതിയും ഉണ്ടായില്ലല്ലോ. ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ഒരു പരാതി തന്നെ തേടിപ്പിടിച്ചത് മറ്റേ മുസ്ലിം ലീഗുകാർ ബിരിയാണി കൊടുക്കുന്നത് തടഞ്ഞു എന്നുള്ള പരാതിയാണ്. അതാണെങ്കിൽ നമ്മുടെ നാദാപുരത്തുള്ള ആളുകളൊക്കെ പറയുന്ന എല്ലായിടത്തും പിരിവ്. ആ പിരിവിന്റെ ഒടുവിൽ ബിരിയാണി കൊടുത്ത് അതിലെന്തോ പോലീസ് പറഞ്ഞു ഞങ്ങളും ഭക്ഷണം കൊടുത്തിരുന്നു. ഞങ്ങൾ കൊടുത്തത് ആരോ അറിഞ്ഞുണ്ടോ? ഒരാളും അറിഞ്ഞിട്ടില്ല. ആ ഭക്ഷണവും ഒരു പൊതുമാനദണ്ഡത്തിന്റെ കാര്യം പറഞ്ഞ് പോലീസ് പറഞ്ഞു ഉള്ളോട്ട് കയറ്റരുത്. ഞങ്ങൾ ഉള്ളോട്ട് കയറ്റിയിട്ടില്ല. പല സംഘടനകളും, റെസിഡൻസ് അസോസിയേഷനുകൾ, നിരവധി റെസിഡൻസ് അസോസിയേഷനുകൾ അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിലുള്ള ക്ലബ്ബുകൾ, വായനശാലകൾ, ഇവരൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് കൂട്ടായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. മുസ്ലിം ലീഗുകാരന്റെ ഭക്ഷണത്തിന് മാത്രം പ്രശ്നം. പോട്ടെ, ഞാനത് വിട്ട്. ഞാനിതിവിടെ സൂചിപ്പിച്ചത് ആ ദുരന്തമുഖത്ത് ഞാൻ തന്നെ നേരത്തെയുള്ള പൊതുയോഗങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. കൂത്തുപറമ്പിലെയും തലശ്ശേരിയിലെയും കണ്ണൂരിലെയും വോളണ്ടിയേഴ്സ് വയനാട്ടിലേക്ക് വന്നത് ആദ്യ ദിവസം ഓടിയെത്തിയവരാ ഞാൻ. സനോജ് കുറച്ച് കഴിഞ്ഞ തിരുവനന്തപുരത്തായതുകൊണ്ട് എത്താൻ വൈകി. ഞാൻ നേരത്തെ എത്തി. അന്ന് ശിരൂരിൽ നിന്ന് വന്ന് വയനാട് വഴിയാണ് വന്നത്. രാവിലെ തന്നെ പുലർച്ചെ അവിടേക്ക് എത്തി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. തലശ്ശേരിയിലെ സഖാക്കൾ വിളിച്ച സമയത്ത് നിങ്ങൾ അതിർത്തിയിൽ തടയും, നിങ്ങൾ അവിടെ നിന്ന് നടന്നു കയറണം, അല്ലെങ്കിൽ ആംബുലൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആംബുലൻസ് അവിടേക്ക് വരേണ്ടതുണ്ട്, ആവശ്യമുണ്ട്, പരമാവധി ആംബുലൻസ് വരട്ടെ, അതിൽ 1-2 പേർക്ക് ഡ്രൈവറും അതിന്റെ കൂടെ ഒരു സഹായി എന്നുള്ള നിലക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾ ആ തടയുന്നിടത്തുനിന്ന് നടന്നു വരണം വോളണ്ടിയേഴ്സ്, ഞങ്ങൾ അതിന് തയ്യാറാ എന്ന് പറഞ്ഞ് നമ്മുടെ വോളണ്ടിയേഴ്സ് അവിടെ എത്തി. താൽക്കാലികമായി സജ്ജീകരിച്ച മോർച്ചറിക്കകത്ത് ദിവസങ്ങളോളമാണോ തലശ്ശേരിയിൽ നിന്ന് വന്ന ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ, വോളണ്ടിയേഴ്സ് അവിടെ പ്രവർത്തിച്ചത്.
ഞാനിതിവിടെ സൂചിപ്പിച്ചത് ആ പ്രവർത്തനത്തെ നിങ്ങൾ നോക്ക്. എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കാനല്ലേ, ആഘോഷത്തോടു കൂടിയല്ലേ ഇവരൊരു എസ്റ്റിമേറ്റ് തുകയെ കാണിച്ചുകൊണ്ട് പത്രങ്ങളിലൂടെ ചിത്രീകരിച്ചത്. ഞങ്ങളുടെയൊക്കെ പോസ്റ്റിനടിയിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വാർത്തകളുടെ അടിയിൽ വന്ന് ഇവർ കമന്റ് ചെയ്യുക, എത്ര രൂപയാ സഖാക്കളെ വാങ്ങിയത് എന്ന് നോക്കൂ നിങ്ങൾ. എത്ര വൃത്തികെട്ട രീതിയിലാണോ ഈ പ്രചരണം നടന്നത്. ആ പ്രചരണത്തിന് ആരാണോ മരുന്നിട്ട് കൊടുത്തത്? കേരളത്തിലെ മാധ്യമങ്ങൾ. ഈ കണ്ണൂരിൽ നിന്ന് ആട്ടി അകറ്റിയ ഒരു മാധ്യമ പ്രവർത്തകൻ കോഴിക്കോട്ട് വന്ന് ഒരു റിപ്പോർട്ട് ചെയ്ത ഒരു നുണ റിപ്പോർട്ട് കണ്ടില്ല? ഒരു പകല് മുഴുവൻ ആഘോഷിച്ചു. ഇപ്പോഴും അവരുടെ ചാനലുകളിൽ ആ റിപ്പോർട്ട് കിടക്കുക. ഇതാ വോളണ്ടിയേഴ്സിന് പണം കൊടുത്തു, ഇല്ലേ? വോളണ്ടിയേഴ്സിന് പണം കൊടുത്തു. ഒരു ശവശരീരം അടക്കം ചെയ്യുന്നതിന് 75,000 രൂപ. എന്തൊക്കെ വാർത്തകളായി ഇവര് പ്രചരിപ്പിച്ചത്. എന്നാൽ അവിടെ വന്ന ആഘോഷത്തോടു കൂടി കുഞ്ഞിനെയും കളിപ്പിച്ച് സകല പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ച ഒരു മനുഷ്യനുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇത് കണ്ടുപോയതാ. ഒരു ചില്ലി നയാ പൈസ കേരളത്തിന് ഇതാ അനുവദിച്ചിരിക്കുന്നു, താൽക്കാലികാശ്വാസമായി അനുവദിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചോ? അത് പ്രഖ്യാപിക്കാത്തതിനെ കുറിച്ച് ഒരക്ഷരം ഈ മാധ്യമങ്ങൾ എഴുതിയോ? ഇല്ല. ഇത് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരമുള്ള ആ നിർദ്ദേശപ്രകാരമുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി, ഒരു ചെലവ് തയ്യാറാക്കി, ഇത്രയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മുൻകൂട്ടി കൊടുത്ത ഒരു മെമ്മോറാണ്ടം. അതാണ് ചെലവാക്കി, ഇതാ വകമാറ്റി ചെലവാക്കിയിരിക്കുന്നു, അധികമായി ചെലവാക്കിയിരിക്കുന്നു എന്ന വാർത്ത കൊടുക്കുന്നത്. ഞാനിതിവിടെ സൂചിപ്പിച്ചു വെക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സ്വഭാവം നോക്കണം. അതേറ്റുപിടിക്കുന്ന മുസ്ലിം ലീഗുകാരന്റെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും രാഷ്ട്രീയം എന്താണ് എന്ന് നമ്മൾ നന്നായി തിരിച്ചറിയണം. അവരുടെ ഒരു പ്രചരണമുണ്ട്, അവര് മാത്രാണ് ഇതൊക്കെ ചെയ്യുന്നവര്, ഇല്ലേ? മുസ്ലിം ലീഗും UDF ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും കൊടുത്തില്ല എന്നേ നമുക്ക് പറയാൻ സാധിക്കൂ. കാരണം എന്താ? ചില ആളുകൾ ഉണ്ടാവും കേട്ടോ കൊടുത്തവര്. മുസ്ലിം ലീഗ് ഒരു ആപ്പ് ഉണ്ടാക്കി സ്വതന്ത്രമായി പണം പിരിക്കാൻ തീരുമാനിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല അവര് പണം വാങ്ങിയത്, അവര് സ്വതന്ത്രമായി വാങ്ങിയതാ. കുറച്ചു മുമ്പ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് അവരെന്താ ചെയ്തത്? കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു സാലറി ചലഞ്ച് നടത്താം. ജീവനക്കാരുടെ സംഘടനകളുടെ നേതാക്കന്മാരെ ആകെ വിളിച്ചു, സാലറി ചലഞ്ച് മുന്നോട്ട് വെച്ചു. പറ്റാവുന്നവർ കൊടുക്കണ്ടേ? ഇവരെന്താ ചെയ്തത്? ആ ഓർഡർ കത്തിച്ചു. കേരളത്തിൽ സാലറി ചലഞ്ച് എന്ന് പറയുന്ന ജീവനക്കാർ, ശമ്പളം വാങ്ങുന്നവർ, അവരുടെ ശമ്പളത്തിന്റെ ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ നാട്ടിൽ പ്രയാസപ്പെടുന്നവന് സഹായമാകാൻ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു ഇറക്കിയ ഓർഡർ കത്തിച്ചവരായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾ. എന്നിട്ടോ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോ അവരാഘോഷിക്കുക. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ കനം കുറക്കാൻ, അതിലേക്ക് സംഭാവന ചെയ്യുന്നത് തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് സകല മാരാർമാരെയും യൂട്യൂബ് ചാനലുകളെയും ഒക്കെ ഇവർ കൂട്ടുപിടിക്കുക. സകലരും ഇറങ്ങി പുറപ്പെട്ടില്ലേ? എന്തിനാ അതിന്റെ ആവശ്യം? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് കുറ്റമറ്റ രീതിയിൽ എല്ലാ ഓഡിറ്റിനും വിധേയമാകുന്ന ഒരു ദുരിതാശ്വാസ നിധിയല്ലേ? അത് മുഖ്യമന്ത്രി നേരത്തെയുള്ള ഉമ്മൻചാണ്ടി ഒരു യോഗം വിളിച്ച് ഇതുപോലെ പന്തല് കെട്ടി അങ്ങനെ കാലിന്റെ മുകളിൽ നിന്ന് എഴുതി കൊടുക്കുന്ന പോലെ കൊടുക്കുകയല്ല. ഇപ്പോ വളരെ കൃത്യമായി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കലക്ടർ കൊടുക്കേണ്ടത്, മന്ത്രിസഭ കണ്ടു കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടാക്കി അങ്ങനെയാ കൊടുക്കുന്നത്. എത്ര രൂപ ചെലവഴിച്ചു, ആർക്കൊക്കെ കൊടുത്തു, കറക്റ്റ് കണക്കും കിട്ടും. നിങ്ങൾ സാലറി ചലഞ്ചിന്റെ ഓർഡർ കത്തിച്ചപ്പോ ഞങ്ങൾ DYFI ചെയ്തൊരു പണിയുണ്ട്. കേരളത്തിലാകെ ഞങ്ങൾ ആക്രി പെറുക്കി. അന്ന് നിങ്ങൾ ഞങ്ങളെ കളിയാക്കി, ആക്രി പെറുക്കികൾ എന്ന് വിളിച്ചു.
ഞങ്ങൾ പഴയ പത്രം പെറുക്കി, ഈ തെരുവിൽ ഞങ്ങൾ പ്ലാസ്റ്റിക് പെറുക്കി, പായ്വസ്തുക്കൾ പ്ലാസ്റ്റിക് എല്ലാം പെറുക്കിക്കൂട്ടി ഞങ്ങൾ വിൽപ്പന നടത്തി. അന്ന് 12 കോടിയോളം രൂപ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങോട്ട് സംഭാവന ചെയ്തവരാ ഡിവൈഎഫ്ഐ. ആ ഡിവൈഎഫ്ഐ ഈ സമയത്തും ഇറങ്ങി ഒരേ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് അതിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും ആദ്യം 25-ൽ കുറയാത്ത വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച സംഘടനയുടെ പേര് ഡിവൈഎഫ്ഐ എന്ന. ഒരാലോചനയും നടത്താതെ, ഒരു പ്രതീക്ഷയുമില്ലാതെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിന് മുമ്പാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ പറഞ്ഞു, പണമായിട്ടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ ഈ പായ്വസ്തുക്കൾ വീണ്ടും ഇതാ നിങ്ങളുടെ വീടുകളിൽ കയറി ശേഖരിക്കും, ഈ തെരുവിൽ നിന്ന് കളക്ട് ചെയ്യും. ഞങ്ങളുടെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ വിഹിതം ഞങ്ങൾ ഇതിലേക്ക് കൂട്ടിവെക്കും. ഡിവൈഎഫ്ഐ പ്രവർത്തകർ തെരുവിൽ ചായ കച്ചവടം നടത്തി. ഇതുവരെ വലിയ ബുദ്ധിമുട്ടുള്ള തലയിൽ ലോഡെടുക്കുന്ന പണിയെടുക്കാത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർ വളമിറക്കാൻ പോയി, മരം കയറ്റാൻ പോയി, കല്ല് ചുമക്കാൻ പോയി. അങ്ങനെ ഈ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ പണ സ്വരൂപണത്തിലേക്ക്, റീബിൽഡ് വയനാട്ടിലേക്ക് പണം കണ്ടെത്തി. ഞങ്ങൾക്ക് ഉറപ്പുണ്ടോ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം തീരുമാനിക്കുന്ന ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഏത് മാനദണ്ഡം തീരുമാനിച്ചാലും 25 100-ൽ കുറയാത്ത വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഇന്നു തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തി എന്നുള്ളത്. എന്നാൽ ആ സമയത്തും നിങ്ങൾ ഇതിനെ ആകെ ആക്ഷേപിച്ചതാണ്. ഞങ്ങളോടും പറഞ്ഞു, നിങ്ങൾ എന്നിട്ടാ നേരിട്ട് ഇങ്ങനെ പണം സ്വീകരിക്കുന്നത്? നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്താ പോരെ? എല്ലാത്തിനെയും വിവാദാക്കുക. അതാണ് നമ്മൾ. ചിരിച്ചാ കുറ്റം, ചിരിച്ചില്ലേ കുറ്റം. ചിരിച്ചാൽ ഇയാളൊരു കോമാളിയാണ്, ചിരിച്ചില്ലെങ്കിൽ ദാത്യക്കാരനാണ്. നമ്മള് ഇങ്ങനെ ഒരു ആക്രി പെറുക്കി ഇങ്ങനെ ഒരു പണം സ്വരൂപിക്കാൻ പോകുമ്പോ അതിനെയും കുറ്റം. നിങ്ങൾക്ക് നേരിട്ട് കൊടുത്താ പോരെ? ഈ വീടുകളിലുള്ള പായ്വസ്തുക്കൾ വിൽപ്പന നടത്തി 10 രൂപയും 20 രൂപയും 30 രൂപയും കിട്ടുന്നത് ആരെങ്കിലും പോയി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കോ? ഇല്ല. ഞങ്ങൾ ഈ ചില്ലറ പൈസകൾ കൂട്ടിവെച്ചതാ. ചായ കച്ചവടം നടത്തി കിട്ടുന്ന ആ പണം ഞങ്ങൾ അതിന്റെ വിഹിതം എടുത്ത് കൂട്ടിവെച്ചതാ. അങ്ങനെ കണ്ടെത്തിയതാ. ഞങ്ങള് വ്യാപകമായ പിരിവ് നടത്തിയതല്ല. എന്നാൽ അതേസമയം CPM എന്താ ചെയ്തത്? CPM വീടുകൾ കയറി ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സംഭാവന ചെയ്യണം, ഇതാണ് അക്കൗണ്ട് നമ്പർ, ഇതിലേക്ക് അയക്കണം. ക്യാമ്പയിൻ നടത്തി. ഇവിടെയുള്ള കുടുംബശ്രീ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് അയച്ചു. KSKTU, കർഷക സംഘം, സകല സംഘടനകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തു. ജീവനക്കാർ കൊടുത്തു. കോപ്പറേറ്റീവ് എംപ്ലോയീസ് അതിന്റെ ഒരു പ്രധാന ഭാഗവും CPM-ന്റെ പ്രവർത്തകരാ. നമ്മളാ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പരമാവധി പണം സ്വരൂപിച്ച നമ്മളെ തന്നെ ആക്ഷേപിക്കാൻ ഈ വാർത്തയെ ഇവർ ഉപയോഗിക്കുക. ഇനിയൊരാളും കുടുക്ക പൊട്ടിക്കില്ല. ഒരുത്തന്റെ അവതരണം ഇല്ലേ ഇങ്ങനെയുണ്ട്. പിന്നെ പറയാ, ഞാൻ ആ സാഹചര്യത്തിൽ പറഞ്ഞതല്ല. ഇനി ഒരാളും കുടിക്ക പൊട്ടിക്കരുത്. ഇപ്പൊ ഇന്നലെയും പറയാ അതേപോലെ ഒരുത്തൻ ഈ ചാനലുകളിൽ ഇരുന്ന് ജഡ്ജിമാരായി എന്തും വിളിച്ചു പറയാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന വാർത്തകൾ ഇറക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ നാടും ഒരു വല്ലാത്ത ബന്ധമുള്ള സംവിധാനമാണ്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കരുത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമെല്ലാം. ഈ പാർട്ടി ഇല്ലാതെയായാൽ, ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അതിന്റെ പ്രയാസം ഈ നാട് അനുഭവിക്കും. ഈ ഉമ്മൻചാണ്ടിമാരും ആന്റണിമാരും കേരളം ഭരിച്ചിരുന്ന കാലത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകരുത്. ആ കാലമെന്ന് പറയുന്നത് പൊതു ഉടമസ്ഥതയിലുള്ള സകലതും തച്ചു തകർക്കുന്ന കാലമായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ചു തരുന്ന തരത്തിലേക്ക് ഈ നാട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയുണ്ടായാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഈ നാടിനെ കാണിച്ചു തരുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത്. 600 രൂപ പോലും 18 മാസം കുടിശ്ശികയാക്കി പോയവർ
നേരത്തെ രാമകൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ 4-5 മാസം വൈകിപ്പോയപ്പോ, ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് പ്രയാസപ്പെട്ടപ്പോ മറിയക്കുട്ടിമാരെ ചട്ടിയുമായി തെരുവിലിറക്കിയ സാഹചര്യം നമ്മൾ മറന്നു പോകരുത്. എന്നിട്ട് ഒരു മടിയുമില്ലാതെ നുണ പറയുകയാണോ ഇവിടെ മുൻകാലങ്ങളിൽ പെൻഷൻ മുടങ്ങിയിട്ടേയില്ല എന്നോ? എന്നെ കേൾക്കുന്നവരിൽ ബാങ്കിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇനി മുതൽ പെൻഷൻ ബാങ്കിലേക്ക് വരും എന്നാ. അത് കോപ്പറേറ്റീവ് ബാങ്കിലേക്കല്ല, നാഷണലൈസ്ഡ് ബാങ്കിലേക്കായിരുന്നു അവര് പറഞ്ഞത്. ഈ അമ്മമാരെ, ഈ വല്യമ്മമാരെ ഈ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പോയി അക്കൗണ്ട് എടുപ്പിച്ചു നമ്മള് ഈ 600 രൂപക്ക് വേണ്ടി. എന്നിട്ട് ആ അക്കൗണ്ടിലേക്ക് പണം വന്നതേയില്ല. മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിന്നീട് വരുന്ന പണം പോലും ഒന്നിച്ചു പോയ വാർത്ത ഈ കേരളത്തിൽ നമ്മൾ കണ്ടതാ. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റ ഉടനെ തന്നെ 15 മാസത്തേതൊക്കെ കുടിശ്ശിക തീർത്തു കൊടുത്തത്. 15,000 രൂപയും 13,300 രൂപയും ഒക്കെ നമ്മുടെ സഹകരണ ബാങ്കിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തതിന്റെ സ്ലിപ്പും അതിന്റെ കണക്കും ഒക്കെ ഇപ്പോഴും അവിടെ ഉണ്ടാകും, ആർക്കും പരിശോധിക്കാം. എന്നാലും നുണ പറയും. ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ നുണ പറയുന്നവർ ഓരോ ദിവസവും എന്താണ് അടുത്തത്, എന്താണ് ഇനി നമുക്ക് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ളത്, എങ്ങനെയാണോ ഈ CPM-നെ തകർക്കുക എന്ന് ആലോചിച്ചു കൊണ്ടേയിരിക്കുക. ഈ 2ാം പിണറായി സർക്കാരിന്റെ വരവോടുകൂടി അവരുറപ്പിച്ചു, ഇനി ഒരിക്കൽ കൂടി ഒരു ഭരണമുണ്ടായാൽ UDF ഉണ്ടാകില്ല, BJP ഉണ്ടാകില്ല കേരളത്തിൽ, അവർക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട്. BJP-യുടെ ഒരു നേതാവ് പറഞ്ഞത്, നമ്മളോടൊക്കെ കണ്ടപ്പോ പറഞ്ഞത്, നിങ്ങളെ ലേശം പ്രയാസ തകർക്കാൻ, മറ്റവരെളുപ്പാന്നാണ്. മറ്റവരെളുപ്പാ. നിങ്ങൾ കണ്ടുണ്ടോ BJP-ക്കാര് കേരളത്തിലെ UDF-നെ എവിടെയും വിമർശിക്കുന്നത്? വിമർശിക്കില്ല. കാരണം അവരെ വാങ്ങാൻ കിട്ടും. 120 MP-മാരാണ് ഇന്ത്യയിൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയത്. ഉത്തരാഖണ്ഡിലെ വാർത്തകൾ കണ്ടില്ലല്ലോ. 42 MLA-മാര് രാത്രി കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വരിക. നേരം വെളുക്കുമ്പോ താമരക്ക് മുഖ്യമന്ത്രി ഉണ്ടാക്കി കൊടുക്കും. ഗോവയിലെ വാർത്ത നമുക്ക് ഓർമ്മയുണ്ട്. ഗോവയിൽ സ്ഥിരം ഇങ്ങനെ ഒരു വല്ലാത്ത അസ്വസ്ഥതയുള്ള ഭരണം ഉണ്ടാവുക, അനിശ്ചിതത്വമുള്ള ഭരണം ഉണ്ടാവുക. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥികളായി തീരുമാനിക്കുന്നവരൊക്കെ വിളിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും സത്യം ചെയ്യണം. എന്താ സത്യം ചെയ്യേണ്ടത്? കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു കഴിഞ്ഞ് നിങ്ങൾ പോയാൽ നിങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യരുത്. എല്ലാവരും പിടിച്ചിട്ട് തലയെ തൊട്ട് തയ്യപ്പിച്ചു. സത്യം, ഞങ്ങൾ ജയിച്ചാൽ BJP ആവൂല. അങ്ങനെ ഒരുത്തനുണ്ടാവുമല്ലോ ഇത് ലീഡ് ചെയ്ത് കൈയുണ്ടോന്ന് രാഹുൽ ഗാന്ധിന്റെ തലയൊക്കെ ഒപ്പിക്കും. അവസാനം വാർത്ത വന്നു, കോൺഗ്രസ് ജയിച്ചു. പിറ്റേ ദിവസം TV-യിൽ കരുന്ന വാർത്ത എന്താ? കൈ ഇങ്ങനെ പിടിച്ചെടുത്തല്ലേ, ഓൻ ഉൾപ്പെടെ കൂട്ടത്തോടെ പോയി അവിടെ BJP ഗവൺമെന്റ് ഉണ്ടാക്കി. BJP എവിടെയൊക്കെ പരാജയപ്പെടുന്നു അവിടെയൊക്കെ നമ്മൾ സന്തോഷിക്കുക. പക്ഷെ ആ സമയത്തൊക്കെ വാർത്തകളിലൂടെ വരുന്നത് എന്താ? കോൺഗ്രസ് MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റുന്നു. കോൺഗ്രസ് MLA-മാരെ ഇതാ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഇതൊക്കെയല്ലേ വാർത്ത? ഇവരാണ് ഈ കേരളത്തെ RSS-ൽ നിന്ന് രക്ഷിക്കുമെന്ന് പറയുന്നത്. ആരാ വിശ്വസിക്കുക? ഇവരുടെ രാഷ്ട്രീയം എന്താണോ? ഇവരുടെ രാഷ്ട്രീയം പണത്തിന്റെ രാഷ്ട്രീയമാണോ? എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും, അധികാരം ഉപയോഗിച്ച് എങ്ങനെ പണം സമ്പാദിക്കാൻ പറ്റും എന്ന് മാത്രം ആലോചിക്കുന്നവരാണോ കേരളത്തിലെയും ഇന്ത്യയിലെയും വലതുപക്ഷം? ഈ കോൺഗ്രസുകാര് അവരാണോ ഇന്ന് ചാവി കൊടുത്തു വിടുന്നത്? ആരെ? അൻവറിനെ. അൻവർ തുടക്കത്തിൽ ഉന്നയിച്ച ഈ ആരോപണങ്ങളെ എല്ലാം വളരെ കൃത്യമായി തന്നെ പാർട്ടിയും ഗവൺമെന്റും പരിശോധിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഞാനത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ ഓരോ ദിവസം വരുന്ന ആരോപണങ്ങളെ പരിശോധിക്കാതെ നടപടിയെടുക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ നമ്മുടെ പാർട്ടി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ട ഒരു MLA അല്ലേ ഈ അൻവർ? അൻവറിനെതിരെ വന്ന ആരോപണങ്ങൾ എത്രത്തോളമുണ്ട് ഈ കേരളത്തിൽ?
അന്നെല്ലാം മാധ്യമങ്ങൾ എന്തിനാണോ നിങ്ങൾ അൻവറിനെ ചുമക്കുന്നത് എന്നാ ചോദിച്ചത്. അന്നും അപ്പാടെ അൻവറിനെ തള്ളാൻ നമ്മൾ നിന്നിട്ടില്ല. കാര്യകാരണ ഗൗരവത്തോടു കൂടി എല്ലാം പരിശോധിച്ച് വേണ്ട നിലപാടാ സ്വീകരിക്കുക, തിരുത്തേണ്ടത് തിരുത്തണം എന്ന് പറയുന്ന തരത്തിലേക്കാണ് നമ്മൾ പോകാറ്. പക്ഷെ ഇന്ന് നോക്കൂ നിങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെ വലിയ പിന്തുണ കിട്ടുന്നു, കണ്ണൂരിൽ നിന്ന് മെസ്സേജ് വരുന്നു എന്നാ പറയുന്നത്. കണ്ണൂരിൽ തന്നെയാ സുധാകരന്റെയും നാട്. ഈ സുധാകരൻ തന്നെയാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ അൻവറുണ്ടല്ലോ, RSSൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാന്നാ പറഞ്ഞത്. RSSനോട് ഏറ്റുമുട്ടി RSSനെ പടിക്ക് പുറത്തു നിർത്തുന്നതിനോ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച പാർട്ടിയുടെ പേര് CPIM എന്നാണ്. ഈ പാട്യം ഗോപാലന്റെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, RSSനെ പ്രതിരോധിക്കാൻ, നാടിനെ ആകെ അണിനിരത്താൻ, കരുത്തുറ്റ മുന്നണിയാക്കി നിർത്താൻ പരിശ്രമിച്ച സഖാവായിരുന്നു സഖാവ് പാട്യം. ആ പാട്യത്തിന്റെ കൂടെ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണോ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മിസ്റ്റർ അൻവർ, മിസ്റ്റർ സുധാകരൻ, ഈ കേരളത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഉത്തരവാദിത്തമുള്ള പിണറായി വിജയനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. എന്തക്രമമുണ്ടായാലും RSSകാരന്റെ മുമ്പിലും തലകുനിക്കാത്ത പാരമ്പര്യമുള്ള കണ്ണൂരിന്റെ മണ്ണിൽ നിന്നാണ് ഈ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത്. ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഈ സുധാകരന്റെ വാക്കും കേട്ട് വന്ന് RSSനെ തടുക്കാനാണോ ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അത് അല്പം പ്രയാസമുണ്ടാകും. ഇതേ സുധാകരൻ നിങ്ങൾക്കറിയാലോ, കണ്ണൂരിൽ DYFIക്കാരും കമ്മ്യൂണിസ്റ്റുകാരും RSSന്റെ ശാഖ അടിച്ചു തകർക്കാൻ വന്ന സമയത്ത് അതിന് കാവൽ നിന്നവനാ ഞാൻ എന്ന് ഒരു മടിയുമില്ലാതെ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടതല്ലേ? ഈ നാടാകെ കേട്ടതാ. അതേ UDFന്റെ നേതാവ്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണോ, ഗുരുജി ഗോൾവാൾക്കറുടെയും സവർക്കറുടെയും ചിത്രത്തിന്റെ മുമ്പിൽ ദീപം തെളിയിച്ച കൈകൂപ്പി നിന്നത്. ഷൈൻ ടീച്ചറുടെ നാട്ടിലെ RSSകാരൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച് പറഞ്ഞു, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് കൈകൂപ്പി നിന്നിട്ടുണ്ട് എന്ന്. ഇതാ കേരളത്തിലെ UDF. ആ UDFന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുമ്പോ ആ അൻവറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇന്ന് മലപ്പുറം ജില്ലയിലെ പ്രകടനത്തിന്റെ ആ കരുത്ത് നിങ്ങൾ കണ്ടു കാണും. ചെങ്കൊടി തൊട്ട് കളിക്കരുത് എന്നാ പറഞ്ഞത് സഖാക്കൾ. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ചെങ്കൊടിയെ ഒരു ശത്രുവിന്റെ മുമ്പിലും അടിയറ വെക്കാൻ, ആർക്ക് മുമ്പിലും അടിയറ വെക്കാൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ്. ഈ പാർട്ടിയെ തകർക്കാൻ, ഈ പാർട്ടിയെ ആക്ഷേപിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോ ഈ പാർട്ടി കരുത്തായി മുന്നോട്ട് വരും. ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ സഖാവ് പാട്യം ഗോപാലനെ പോലെയുള്ളവരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഞങ്ങൾക്ക് കരുത്താകും. ആ കരുത്ത് ഈ നാടിന്റെ കരുത്താണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി കണ്ണൂരിന്റെ ഈ ഉജ്ജ്വലമായ സമരഭൂമികയിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലെ സകല ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സഖാവ് പാട്യത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ലാൽ സലാം.